ശ്രീ എൽദോ എബ്രഹാം 6 മിനിറ്റ്. സർ, കേരളത്തിന്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ കഴിഞ്ഞ ജൂലൈ മാസം 8-ാം തീയതി കേരള നിയമസഭ അങ്കണത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ ഏറെ അഭിമാനപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ട ഒരു കാലയളവ് ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിയപ്പോൾ കേരളത്തിലെ ജനത തീരുമാനിച്ചു, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളീയർ ഒന്നടങ്കം സാധാരണ മനുഷ്യർ, പാവപ്പെട്ടവർ അവരുടെ ചിന്താധാരയിൽ ഉയർന്നു വന്നത് കേരളത്തിന് ഇനി ഏക പ്രതീക്ഷ എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്ന തിരിച്ചറിവാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഐതിഹാസികമായ വിജയം ഈ സംസ്ഥാനത്തുണ്ടായത്. സാധാരണ നിലയിൽ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലയളവിൽ അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റിനെക്കുറിച്ച് പത്രദൃശ്യ മാധ്യമങ്ങൾ എഴുതാറുണ്ട്, സാധാരണ ജനങ്ങൾ പറയാറുണ്ട്, ഇത് കോട്ടയം ബഡ്ജറ്റാണെന്ന്. ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാം തരം ബഡ്ജറ്റാണ് കേരള ജനതയ്ക്ക് മുൻപിൽ ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക് ഇവിടെ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFന് എടുത്തു പറയുവാൻ കഴിയുന്ന നേട്ടമെന്ന് പറയുന്നത് സോളാറിന്റെ പേരിൽ സരിത എന്ന നാമധേയം അന്തർദേശീയ നിലവാരത്തിൽ മാർക്കറ്റ് ചെയ്തു എന്നതിനപ്പുറത്ത്, അഴിമതി നടത്തി എന്നതിനപ്പുറത്ത് കേരളത്തിലെ ബാർ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും വീണ്ടും തുറക്കുന്നതിനും വേണ്ടി കോഴ വാങ്ങിയ ഒരു സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കാം എന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, പ്രിയപ്പെട്ട UDFന്റെ നേതാക്കളോട് ചോദിക്കുവാനുള്ളത്, എന്ത് നേട്ടമാണ്, എന്ത് സംഭാവനയാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് നിങ്ങൾ നൽകിയത്? ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ബഡ്ജറ്റിൽ പറയുന്ന 3-4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമെടുത്താൽ മതി ഈ ബഡ്ജറ്റിന്റെ സവിശേഷത മനസ്സിലാക്കാൻ. 5 വർഷക്കാലത്തേക്ക് വെള്ളക്കരം കൂട്ടില്ല എന്ന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയാണ്. ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമിയിൽ കുറയാത്ത ഭൂമി നൽകുമെന്നും വരുന്ന 5 വർഷക്കാലത്തിനിടയിൽ വീടില്ലാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്നും ബഡ്ജറ്റ് നിർദ്ദേശത്തിൽ തോമസ് ഐസക് പ്രഖ്യാപിക്കുകയാണ്. 5 വർഷത്തിനകം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രിയും ജനറൽ ആശുപത്രിയും ജില്ലാ ആശുപത്രിയും കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും എല്ലാം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയും പാവപ്പെട്ട മനുഷ്യന്റെ ചികിത്സ അപ്രാപ്യമാവുകയല്ല, മറിച്ച് പ്രാപ്യമാകുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉരുത്തിരിയും മുന്നോട്ട് കൊണ്ടുവരുമെന്ന് ഈ ബഡ്ജറ്റിലൂടെ പറയുകയാണ്. കുടിവെള്ളക്ഷാമത്തിന് സമഗ്രമായ പദ്ധതികൾ, പരിഷ്കാര നടപടികൾ കൊണ്ടുവരുമെന്ന് ബഡ്ജറ്റിലൂടെ പ്രതിപാദിക്കുകയാണ്. നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ, കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലാഭകരമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എത്രയോ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാമെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർ ആഗ്രഹിച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പല കെട്ടിടങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും, താക്കീത് നൽകി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി പ്രവർത്തിക്കുന്ന ഒരുപാട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1000 എണ്ണം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ഇതര സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഫിറ്റ്നസിന്റെ പേരിൽ ഏതെങ്കിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നമുണ്ട് എങ്കിൽ അത്തരം വിഷയത്തിൽ പണം അനുവദിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. കുടുംബശ്രീ സംവിധാനം യഥാർത്ഥത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിന്റെ അടുക്കളയുടെ 4 ചുമരുകളിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കുടുംബശ്രീ സംവിധാനത്തിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു എന്നുള്ളത് മാത്രമല്ല, സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് അവർ പുറത്തേക്ക് സ്ത്രീകളെ ഇറക്കുന്നതിനും
സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടപടി കുടുംബശ്രീ സംവിധാനം വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കുടുംബശ്രീ സംവിധാനം താറുമാറാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ. പിന്നെ പ്രിയപ്പെട്ട സ്വരാജ് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ വിഷയങ്ങളെ നിങ്ങൾ ചിലർ വിമർശിക്കുകയുണ്ടായി. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട ബൽറാമിനോടും ഈ സഭയിലുള്ള യുവജന അംഗങ്ങളോടുമെല്ലാം പറയുവാനുള്ളത്, ഇന്നലെ സ്വരാജ് പറഞ്ഞത് പിന്നെ ബൈബിൾ നിങ്ങൾ എല്ലാവരും വായിക്കണമെന്നാണ്, മത്തായിയുടെ സുവിശേഷം വായിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരു ബൈബിൾ അടിയന്തരമായി വാങ്ങിക്കൊടുക്കണം. അവരെല്ലാവരും മത്തായിയുടെ സുവിശേഷം വായിക്കണം. സ്വരാജിനെ പോലെയുള്ള ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് ആ സ്ഥാനം നൽകിയതിനെ കുറിച്ച് വിൻസെന്റ് ഇവിടെ വിമർശിക്കേണ്ട ആവശ്യകതയില്ല. ആ സ്ഥാനം നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയിൽ സ്വരാജ് ഇരിക്കുന്ന കസേര, ആ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടേറെ സമര പോരാട്ടങ്ങളുടെ പാതയിൽ സഞ്ചരിച്ച പ്രിയപ്പെട്ട സഖാവ് എവിടെ ഇരിക്കണമെന്ന് ആ ബന്ധപ്പെട്ട പാർട്ടിയും ഇടതുപക്ഷവും തീരുമാനിക്കും. അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യുവാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല, നിങ്ങളൊന്നും അതിന് ഒട്ടുമായിട്ടില്ല പ്രിയപ്പെട്ട ബൽറാമെ. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ബഡ്ജറ്റാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ സമസ്ത മേഖലയെയും പരാമർശിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സമഗ്രമായ പദ്ധതികൾ കൊണ്ടുവരുവാൻ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ വനമേഖലയെ സംരക്ഷിക്കുവാൻ പദ്ധതികളുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ കേരളത്തിന്റെ എല്ലാ മേഖലയിലും, റോഡുകളുടെ കാര്യത്തിൽ, പാലത്തിന്റെ കാര്യത്തിൽ, വ്യാവസായിക രംഗത്ത് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ, നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിൽ, സംസ്ഥാനത്തിന്റെ പൊതുകടം തീർക്കുന്നതിൽ ഉൾപ്പെടെ വരുന്ന 5 വർഷക്കാലത്തെ ദീർഘവീക്ഷണത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ബജറ്റാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരവധി ഘട്ടങ്ങളിൽ ഭരിക്കുവാൻ അവസരം ലഭ്യമായി എങ്കിൽ, ആ സമയത്തെല്ലാം വർണ്ണാഭമായ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുവെങ്കിൽ 4 നൂറ്റാണ്ടുകാലത്തിനിടയിൽ ഏറ്റവും ഭാവനാപൂർണമായ ഒരു ബഡ്ജറ്റാണ് ഈ വർഷം 2016-17 സാമ്പത്തിക വർഷം തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിനെ അഭിമാനത്തോടുകൂടി പിന്തുണച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും.